ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. സോ നമ്മൾ ഇന്ന് റിവിഷൻ വീഡിയോ ആണ്. ഇത് നമ്മുടെ SCERT 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ ലാസ്റ്റത്തെ ഡിവിഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി ഇത്രയും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് ഡിവിഷനായിട്ടുള്ള തീരസമതലങ്ങളും ദ്വീപുകളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഞാൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് 100+ പോയിൻറ്റുകൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓരോ പോയിൻറ്റുകളും അതിൻ്റെ ആൻസറും മാത്രമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണെന്നുള്ളതാണ്. ഇത് നമുക്ക് 2 ഡാറ്റ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 7517 കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്ററാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പക്ഷേ പുതിയൊരു റിപ്പോർട്ട്, റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു റിപ്പോർട്ട് പ്രകാരം ആകെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 11,098 കിലോമീറ്ററാണ് കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആൻസർ ആയിരിക്കും എഴുതേണ്ടി വരിക. പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 11,098 കിലോമീറ്ററാണ്. പക്ഷേ SCERTയിൽ പറയുന്നത് 7517 കിലോമീറ്ററാണ്. അപ്പോൾ രണ്ടൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ, രണ്ടും പഠിച്ചു വെക്കണേ. അടുത്തത്, തീരപ്രദേശങ്ങളിൽ ഉദ്യാനം എന്ന് വെച്ചാൽ അപ്ലിഫ്റ്റ്മെൻറ്റ് പോലുള്ള ഭൗമപ്രവർത്തനം കാരണം തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്നുള്ളതാണ്. അത് ഉയർത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് തീരപ്രദേശങ്ങളിൽ ഉദ്യാനം പോലുള്ള ഭൗമപ്രവർത്തനം കാരണം തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, കരഭാഗം ഉയരുകയോ അല്ലെങ്കിൽ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്നത്, അതായത് കടൽ ഉൾവലിഞ്ഞിട്ട് കൂടുതൽ തീരങ്ങളായിട്ട് കാണപ്പെടുന്നതാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അവതരണം അഥവാ സബ്സിഡൻസ് പോലുള്ള ഭൗമപ്രവർത്തനം നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അഥവാ സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ 2 ടേം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അവതരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അഥവാ സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, കടൽ ഉൾവലിഞ്ഞു പോകുന്നത്, കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളെയാണ് നമ്മൾ ഉയർത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ കടൽ കരയിലേക്ക് കയറി രൂപപ്പെടുന്ന തീരങ്ങളെ താഴ്ത്തപ്പെട്ട തീരങ്ങൾ അഥവാ സബ്മേർജ്ഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. 2 ഡിവിഷനും ഏതാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. കടൽ പിൻവാങ്ങി പോകുന്നത് എമേർജ്ഡ് കോസ്റ്റും കടൽ കരയിലേക്ക് കയറി രൂപപ്പെടുന്നത് സബ്മേർജ്ഡ് കോസ്റ്റും ആയിരിക്കും. ഓക്കെ, അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരസമതലം, അതായത് നമ്മുടെ ഇന്ത്യൻ തീരസമതലത്തിനെ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. അപ്പം അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണിത് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇനി ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലം ഏതാണെന്ന് ചോദിച്ചാലും അത് പടിഞ്ഞാറൻ തീരസമതലം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ആ മാപ്പ് ഒന്ന് മൈൻഡിൽ വരണം കേട്ടോ. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏത് സൈഡാണെന്ന് നമുക്കറിയാലോ. അപ്പം ഏത് തീരസമതലമാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ അതിർത്തി ചോദിക്കുകയാണെങ്കിലും നമുക്ക് പറയാം ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഏകദേശം നീളവും വീതിയും അതും പഠിച്ചു വയ്ക്കണം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 1840 കിലോമീറ്ററാണ്.
പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ നീളം 1840 കിലോമീറ്ററും വീതി 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. വീതി പടിഞ്ഞാറൻ തീരസമതലത്തിന് കമ്പാരറ്റീവ്ലി കുറവാണ് കേട്ടോ. വീതി 10 മുതൽ 15 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഏകദേശ നീളം 1840 കിലോമീറ്ററും വീതി 10 മുതൽ 15 കിലോമീറ്റർ വരെയുമാണ്. ഇനി ഭൗമശാസ്ത്രപരമായി പടിഞ്ഞാറൻ തീരസമതലം ഏത് തരത്തിലുള്ള തീരത്തിന് ഉദാഹരണമാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ 2 തീരങ്ങളിൽ ഈ പടിഞ്ഞാറൻ തീരസമതലം ഏതാണെന്ന് ചോദിച്ചാൽ താഴ്ത്തപ്പെട്ട തീരം അഥവാ സബ്മേർജ്ഡ് കോസ്റ്റൽ. നമ്മുടെ കേരളമൊക്കെ വരുന്നത് എവിടെയാണ്? ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അപ്പം നമ്മുടേതൊക്കെ എന്താണ്? സബ്മേർജ്ഡ് കോസ്റ്റ് ആണല്ലേ. താഴ്ത്തപ്പെട്ട തീരങ്ങളാണ്, കടൽ കയറിക്കൊണ്ടിരിക്കുന്ന തീരങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ 3 ഭാഗങ്ങൾ. ഈ പടിഞ്ഞാറൻ തീരസമതലത്തിനെ നമുക്ക് പിന്നെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ്? ഒന്ന് ഗുജറാത്ത് തീരം, പിന്നെ കൊങ്കൺ തീരം, മലബാർ തീരം. അങ്ങനെ 3 ആയിട്ട് നമുക്ക് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ 3 ഭാഗങ്ങളാണ് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിവ. ഇനി റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളും ദാമൻ ദിയു, ദാദ്ര നാഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന തീരസമതലം. ഈ ഡിവിഷൻസിൽ ഇതൊക്കെ ഉൾപ്പെടുന്ന തീരസമതലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് തീരസമതലമാണ്. ഏതൊക്കെയാണ്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന തീരസമതലമാണ് ഗുജറാത്ത് തീരസമതലം. കപ്പലുകളുടെ ശ്മശാനം അഥവാ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്നത് അലാങ് കടൽ തീരമാണ്. ഇനി നമ്മൾ പറയുന്ന കുറച്ച് ഫാക്റ്റ് ഈ ഒരു ഗുജറാത്ത് തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പം കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ് കടൽ തീരമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കപ്പലുകളുടെ ശ്മശാനം അലാങ് കടൽ തീരം. ഇനി പ്രധാന പരുത്തി വ്യവസായ കേന്ദ്രം. ഇതൊക്കെ ഗുജറാത്ത് സമതലത്തിലുള്ളതാണ് പറയുന്നത്. ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാന പരുത്തി വ്യവസായ കേന്ദ്രം സൂറത്ത്, വഡോദര എന്നിവയാണ്. പ്രധാന പരുത്തി വ്യവസായ കേന്ദ്രം സൂറത്ത്, വഡോദര എന്നിവയാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറാണ് വെരാവൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാന മത്സ്യബന്ധന ഹാർബറാണ് വെരാവൽ. ചരിത്ര പ്രധാന കടപ്പുറം ദണ്ഡി കടപ്പുറവുമാണ്. അപ്പം കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ് കടൽ തീരമാണ്. പ്രധാന പരുത്തി വ്യവസായ കേന്ദ്രം സൂറത്ത്, വഡോദര. പ്രധാന മത്സ്യബന്ധന ഹാർബർ വെരാവൽ. ചരിത്ര പ്രധാന കടപ്പുറം ദണ്ഡി കടപ്പുറം. ഇനി ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ ലവണ മരുഭൂമി എന്ന് ചോദിച്ചാൽ നമുക്ക് റാൻ ഓഫ് കച്ച് തന്നെ പറയാം. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ ലവണ മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. റാൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ് കേട്ടോ. റാൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ്. റാൻ ഓഫ് കച്ചിൻ്റെ ഏകദേശ വിസ്തൃതി 26,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. റാൻ ഓഫ് കച്ചിൻ്റെ ഏകദേശ വിസ്തൃതി 26,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി റാൻ ഓഫ് കച്ചിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും കേട്ടോ. റാൻ ഓഫ് കച്ചിൻ്റെ 2 ഭാഗങ്ങളാണ് ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും. ഇനി നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് റാൻ ഉത്സവം എന്ന് പറയുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഈ ഒരു ഗുജറാത്ത് തീരദേശത്തെ പ്രധാന ആഘോഷമാണ് റാൻ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗുജറാത്ത് തീരത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത ഡിവിഷനിലേക്ക് പോവാണ്. ഗുജറാത്ത് തീരത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. അപ്പം ഗുജറാത്ത് തീരം കഴിഞ്ഞു. ഇനി അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ദാമൻ മുതൽ ഗോവ വരെ അതിർത്തി പഠിച്ചു വയ്ക്കണേ. ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. ഈ കൊങ്കൺ തീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. കൊങ്കൺ തീരത്തിൻ്റെ നീളം 500 കിലോമീറ്റർ ആണ്. കൊങ്കൺ തീരത്തിൻ്റെ വടക്കു ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങൾ അഥവാ സാൻഡി കോസ്റ്റും കൊങ്കൺ തീരത്തിൻ്റെ തെക്കു ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരങ്ങൾ അഥവാ റോക്കി കോസ്റ്റുമാണ്. അപ്പം കൊങ്കൺ തീരത്തിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. അതിൻ്റെ വടക്കു ഭാഗത്ത് മണൽ നിറഞ്ഞ തീരങ്ങളാണ് കാണപ്പെടുന്നത്, സാൻഡി കോസ്റ്റ് എന്ന് പറയാം നമുക്ക്. തെക്കു ഭാഗത്ത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരങ്ങളുമാണ്, റോക്കി കോസ്റ്റുമാണ്. ഇനി ഒരു കൊങ്കൺ തീരത്ത് ഉള്ള പ്രധാന ഭൂരൂപങ്ങളാണ് ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ എന്നിവയൊക്കെ. ഇവയൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഗോവയാണ്.
പ്രകൃതിദത്ത തുറമുഖങ്ങൾ നവശേവ അല്ലെങ്കിൽ നവി മുംബൈ, മോർമുഗാവോ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രകൃതിദത്ത തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നവശേവ ഓർ നവി മുംബൈ, മോർമുഗാവോ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രകൃതിദത്ത തുറമുഖങ്ങൾ. പിന്നെ പ്രധാന മത്സ്യബന്ധന ഹാർബർ മാൽപ്പയാണ്. എവിടുത്തതാണ്? കൊങ്കൺ തീരത്ത് കേട്ടോ. കൊങ്കൺ തീരത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറാണ് മാൽപ്പ എന്ന് പറയുന്നത്. മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കണേ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഗുജറാത്തിൻ്റെ പറഞ്ഞപ്പം വെരാവലായിരുന്നു, ഇവിടെ മാൽപ്പയാണ്. ഇനി കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപ്പേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറു ദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപ്പേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്തൊരു ചെറു ദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ഈ ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്ന ദ്വീപ് സെൻറ്റ് മേരീസ് ദ്വീപാണ്. ഈ സെൻറ്റ് മേരീസ് ദ്വീപിലാണ് ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്നത് സെൻറ്റ് മേരീസ് ദ്വീപിലാണ്. സെൻറ്റ് മേരീസ് ദ്വീപ് എവിടെയാണ്? കർണാടകയിലെ ഉഡുപ്പി ജില്ലയിലെ മാൽപ്പേ തീരത്ത് നിന്ന് മാറി കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്തൊരു ദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്നത്. ഇനി അടുത്ത ഡിവിഷൻ നമ്മൾ പറയുന്നത് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരം. ഏതാണ്? മലബാർ തീരം അല്ലേ, നമ്മളൊക്കെ ഇൻക്ലൂഡ് ആവുന്ന മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരമാണ് മലബാർ തീരം എന്ന് പറയുന്നത്. മലബാർ തീരത്തിൻ്റെ നീളം 550 കിലോമീറ്റർ ആണ് കേട്ടോ. മലബാർ തീരത്തിൻ്റെ നീളം 550 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് കേട്ടോ. ഇത് നമ്മുടെ SCERTയിലുള്ള ഫാക്റ്റ് ഇങ്ങനെയാണ്, പക്ഷേ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റിൽ അപ്ഡേറ്റ് ആയ ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഡാറ്റ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാണോ തരുന്നത് അതേപോലെ കൊടുത്താൽ മതി. NW3 കോട്ടപ്പുറം ടു കൊല്ലം വരെ ആയിരുന്നു, പക്ഷേ അത് പിന്നീട് മാറ്റിയിട്ട് കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ടെക്സ്റ്റിലുള്ള ഡാറ്റ കൊടുത്തതേ ഉള്ളൂ, രണ്ടും ഓർത്ത് വെക്കണം. ഇനി ഇവിടുത്തെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ് കടലുണ്ടി, കുമരകം, പാതിരാമണൽ എന്നിവയൊക്കെ അല്ലേ. നമുക്കറിയുന്ന ഫാക്റ്റുകളാണ്, ജസ്റ്റ് പറഞ്ഞു പോവാം. പ്രധാന മലബാർ തീരത്തെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ കടലുണ്ടി, കുമരകം, പാതിരാമണൽ എന്നിവയൊക്കെയാണ്. ഇവിടുത്തെ നെല്ലറയാണ് നാഞ്ചിനാട്, കുട്ടനാട്, കോൾനിലങ്ങൾ. നെല്ലറ പ്രധാന നെല്ലറകളാണ് നാഞ്ചിനാട്, കുട്ടനാട്, കോൾനിലങ്ങൾ. മത്സ്യബന്ധന ഹാർബർ നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ എന്നിവയാണ്. ഈ മലബാർ തീരദേശത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറാണ് നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ എന്നിവ. ഇനി നമ്മൾ അടുത്ത ഡിവിഷനിലേക്ക് പോവുകയാണ്. പടിഞ്ഞാറ് ഭാഗം കഴിഞ്ഞു. ഇനി കിഴക്ക് ഭാഗത്തുള്ള തീരസമതലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അപ്പം വേറൊരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, വീതി കൂടിയത് ഏതിനാണ്? കിഴക്കൻ തീരസമതലത്തിനാണ് കേട്ടോ. പടിഞ്ഞാറിനേക്കാളും വീതി കൂടുതലുള്ളത് കിഴക്കൻ തീരസമതലത്തിനാണ്. അപ്പം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. അതിൻ്റെ അതിർത്തികളാണ് പറയുന്നത്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഈ ഒരു തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ നീളം പറയുകയാണെങ്കിൽ 1800 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ 1840 കിലോമീറ്റർ ആയിരുന്നു. കിഴക്കൻ തീരസമതലത്തിൻ്റെത് 1800 കിലോമീറ്റർ ആണ്. ഭൂമിശാസ്ത്രപരമായി കിഴക്കൻ തീരസമതലം ഏത് തരത്തിലുള്ള തീരത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എമേർജ്ഡ് കോസ്റ്റ് അഥവാ ഉയർത്തപ്പെട്ട തീരങ്ങളാണ്. രണ്ടും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറൻ തീരസമതലം സബ്മേർജ്ഡ് കോസ്റ്റും കിഴക്കൻ തീരസമതലം എമേർജ്ഡ് കോസ്റ്റുമാണ് കേട്ടോ, ഉയർത്തപ്പെട്ട തീരമാണ്. ഇനി മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലം. ഇവിടെയും ഡിവിഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ 3ആയിട്ട് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, അതേപോലെ മലബാർ തീരം എന്നൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഇവിടെയും ഡിവിഷൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഡിവിഷനാണ് നമ്മൾ പറയുന്നത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാർ തീരം എന്ന് പറയുന്നത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാർ തീരം എന്ന് പറയുന്നത്.
ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരദേശം ഉൾക്കൊള്ളുന്ന തീരസമതലം ഏതാണെന്ന് ചോദിച്ചാലും അത് വടക്കൻ സിർക്കാർ തീരസമതലമാണ് കേട്ടോ. ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരദേശം ഉൾക്കൊള്ളുന്ന തീരസമതലം ചോദിച്ചാലും അത് വടക്കൻ സിർക്കാർ തീരസമതലമാണ്. ഈ തീരം ഒഡീഷയിൽ അറിയപ്പെടുന്ന പേര് ഉത്കൽ സമതലം എന്നാണ്. ഈ വടക്കൻ സിർക്കാർ തീരസമതലം ഒഡീഷയിൽ അറിയപ്പെടുന്ന പേര് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ അറിയപ്പെടുന്ന പേര് ആന്ധ്ര സമതലം എന്നുമാണ്. ഒഡീഷയിൽ ഈ തീരം അറിയപ്പെടുന്ന പേര് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക തടാകം എന്ന് പറയുന്നത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക തടാകം. കിഴക്കൻ തീരത്തെ മറ്റു പ്രധാന തടാകമാണ് ആന്ധ്രയിലെ കൊല്ലേരു തടാകം എന്ന് പറയുന്നത്. അവിടുത്തെ തന്നെ മറ്റു പ്രധാന തടാകമാണ് ആന്ധ്രയിലെ കൊല്ലേരു തടാകം. ഇവിടുത്തെ പ്രധാന തുറമുഖങ്ങൾ വിശാഖപട്ടണം, മസൂലിപട്ടണം എന്നിവയാണ്. നെല്ലറ, ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി എന്നിവയുമാണ്. നെല്ലറ, ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി എന്നിവയാണ്. ഇനി അടുത്ത ഡിവിഷൻ പറയുന്നത് കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡെൽറ്റ എക്കൽ മണ്ണ് അനുയോജ്യമായ കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ നെൽകൃഷിയാണ് കേട്ടോ. ഇവിടുത്തെ ഡെൽറ്റ എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമാണ്. ഇവിടുത്തെ പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം എന്ന് പറയുന്നത്. പ്രധാന തടാകം പുലിക്കാട്ട് തടാകമാണ്. പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ട ഈ പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ് പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നിവ. ഇത് പക്ഷി സങ്കേതങ്ങളും പിച്ചാവരം കണ്ടൽക്കാടുമാണ്. പ്രധാന മത്സ്യബന്ധന ഹാർബർ നാഗപട്ടണം, കടലൂർ എന്നിവയാണ്. പ്രധാന കോറമാൻഡൽ തീരത്തെയാണ് കേട്ടോ പ്രധാന മത്സ്യബന്ധന ഹാർബർ നാഗപട്ടണം, കടലൂർ എന്നിവയും. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രം മറീന ബീച്ചുമാണ്. ഇനി നമ്മൾ തീരസമതലങ്ങൾ കഴിഞ്ഞ് ദ്വീപുകളിലേക്ക് പോവാണ്. ഇപ്പം 55 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ട ദ്വീപസമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ് അല്ലേ. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ട ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ ആകെ ദ്വീപുകൾ 36 ദ്വീപുകളുണ്ട്. അതിൽ ജനവാസയോഗ്യമായ ദ്വീപുകൾ 10 എണ്ണമാണ്. ആകെ 36 ദ്വീപുകളിൽ 10 എണ്ണത്തിൽ മാത്രമാണ് ജനവാസം യോഗ്യമായിട്ടുള്ളത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി ദ്വീപാണ്. ഇവയിൽ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോസ് ദ്വീപാണ് കേട്ടോ. ഇവയിൽ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോസ് ദ്വീപാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജോലി എന്താണ്? മത്സ്യബന്ധനം, കൊപ്ര നിർമ്മാണം, കയർ നിർമ്മാണം എന്നിവയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മത്സ്യബന്ധനമാണ്. മറ്റു ജോലികളാണ് കൊപ്ര നിർമ്മാണം, കയർ നിർമ്മാണം എന്നിവ. ഇവിടുത്തെ പ്രധാന മത്സ്യം ചൂരയാണ് കേട്ടോ. പ്രധാന മത്സ്യം എന്ന് പറയുന്നത് ചൂരയാണ്. ചൂര ഉണക്കിയിട്ടുണ്ടാക്കുന്ന അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് മാസ് എന്ന് പറയുന്നത്. ചൂര ഉണക്കി ഉണ്ടാക്കുന്ന പ്രസിദ്ധമായ ഉൽപ്പന്നമാണ് മാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന കാർഷിക വിള തെങ്ങാണ്. ഇനി കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്നറിയപ്പെടുന്നത്. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് നമ്മൾ ലഗൂണുകൾ എന്ന് പറയുന്നത്. ഇനി കോറൽ പൊളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് രൂപം കൊള്ളുന്നവയാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം പവിഴപ്പുറ്റുകൾ എങ്ങനെ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കോറൽ പൊളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന കോറലുകളുടെ സ്രവം കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന കോറലുകളുടെ സ്രവമാണ് കാൽസ്യം കാർബണേറ്റ്. ഇനി ജീവനുള്ള കോറൽ പൊളിപ്പുകൾ കാണപ്പെടുന്ന നിറങ്ങൾ ഓറഞ്ച്, മഞ്ഞ, പച്ച നിറങ്ങളിലാണ്.
ജീവനുള്ള കോറൽ പുളിപ്പുകൾ കാണപ്പെടുന്നത് ഓറഞ്ച്, മഞ്ഞ, പച്ച നിറങ്ങളിലാണ്. ഇനി ലക്ഷദ്വീപ് കൂടാതെ ഇന്ത്യയിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന മറ്റു പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് കൂടാതെ പവിഴപ്പുറ്റുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റു പ്രദേശങ്ങളാണ് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മന്നാർ, അതേപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. ഇനി നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ പറ്റി പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതജന്യമായ ദ്വീപസമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതജന്യമായ ദ്വീപസമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇനി ആൻഡമാൻ ദ്വീപ്, നിക്കോബാർ ദ്വീപ് എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇത് PYQ ആയിരുന്നു. ആൻഡമാൻ ദ്വീപ്, നിക്കോബാർ ദ്വീപ് എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന ദ്വീപ് സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന ദ്വീപ് സമൂഹം നിക്കോബാർ ദ്വീപാണ്. ഇവിടെ ആകെ ദ്വീപുകൾ 572 എണ്ണം ഉണ്ടെങ്കിലും അതിൽ ജനവാസയോഗ്യമായ ദ്വീപുകൾ എന്ന് പറയുന്നത് 38 എണ്ണം മാത്രമാണ്. ആകെ 572 ദ്വീപുകളിൽ 38 എണ്ണത്തിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇവിടുത്തെ സവിശേഷതകൾ മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്ന് നമ്മൾ പറയുന്ന ഭൂരൂപങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ എന്നിവയൊക്കെ. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ കാരണം രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ കാരണം രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ക്ലിഫുകൾ, സമുദ്രഗുഹകൾ, സമുദ്ര കമാനം, സമുദ്രസ്തംഭങ്ങൾ, ബീച്ചുകൾ, പൊയ്കൾ, മണൽ നാക്കുകൾ എന്നിവയൊക്കെ. തിരമാലകളുടെ അപരദന അഥവാ നിക്ഷേപണ പ്രവർത്തനങ്ങൾ മൂലം കേട്ടോ. തിരമാലകൾ വന്നടിച്ചിട്ട് അവിടുത്തെ ആ ശിലകളിലൊക്കെ രൂപപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഭൂരൂപങ്ങളാണ് ക്ലിഫുകൾ, സമുദ്രഗുഹകൾ, സമുദ്ര കമാനം, സമുദ്രസ്തംഭങ്ങൾ, ബീച്ചുകൾ, പൊയ്കൾ, മണൽ നാക്കുകൾ എന്നിവയൊക്കെ. ഇവയെന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ട് രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാല ഇങ്ങനെ വന്നടിക്കുമ്പോൾ ഈ തീരശിലകൾക്ക് അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ട് രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗത്തെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇനി തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ക്രമേണ അത് വലുതായി രൂപപ്പെടുന്ന ഗുഹയാണ് സമുദ്രഗുഹ എന്ന് പറയുന്നത്. തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ടിട്ട് ക്രമേണ എന്ത് ചെയ്തു? അത് വലുതായിട്ട് രൂപപ്പെടുന്ന ഗുഹയാണ് സമുദ്രഗുഹ എന്ന് പറയുന്നത്. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ശിലാഭാഗത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സമുദ്രഗുഹകൾ കൂടി ചേർന്ന് രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ശിലാഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ ചെറിയ ദ്വാരങ്ങൾ വീണ് സമുദ്ര ഗുഹകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഭൂരൂപമായി മാറുന്നതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകർന്ന് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് തൂണുപോലെ രൂപപ്പെടുന്ന ഭൂരൂപമാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ടെക്സ്റ്റിലാണെങ്കിൽ നമുക്ക് ഇമേജസ് ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓർത്താൽ മതി, കമാനം എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മുകൾ ഭാഗം, മേൽക്കൂര ഭാഗം എന്ത് ചെയ്യാണ്? പിന്നെയും അപരദനത്തിലൂടെ തകർന്നു പോവാണ്. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം എന്ത് ചെയ്യും? കടലിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് വേർപെട്ട് നിൽക്കുന്നുണ്ടാവും, ഒരു തൂണ് പോലെ നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഇനി വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ
മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടയാണ് പൊയ്കകൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടയാണ് പൊയ്കകൾ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടയാണ് മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടയാണ് മണൽ നാക്കുകൾ. ഇനി പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ്. ഇത് നമുക്കറിയുന്നതായിരിക്കും, പിന്നെ അതിൽ കൊടുത്തതുകൊണ്ട് പറഞ്ഞതാണ്. കടൽക്കാറ്റ് എപ്പോഴാണ് വീശാം? പകൽ സമയത്തായിരിക്കും. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റെന്ന് പറയുന്നത്. ഇനി രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റെന്ന് പറയുന്നത്. അതിൻ്റെ റീസണൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പകൽ സമയത്ത് എന്തായിരിക്കും, കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കും, എന്നിട്ട് അവിടുത്തെ വായുവൊക്കെ എന്ത് ചെയ്യും, മുകളിലേക്ക് പോവും. അവിടെ എന്തായിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും ഉണ്ടാവുക. പക്ഷേ കടൽ മെല്ലെ ചൂടാവുന്നുണ്ടാവുള്ളൂ. അപ്പം കടലിൽ ഉച്ചമർദ്ദമായിരിക്കും. അപ്പം ഉച്ചമർദ്ദ മേഖലയായ കടലിൽ നിന്നും കരയിലേക്ക്, ന്യൂനമർദ്ദ മേഖലയായ കരയിലേക്ക് കാറ്റ് വീശാം. അതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. പകൽ സമയത്തായിരിക്കും. രാത്രി സമയത്ത് ഇതേപോലെ എന്തായിരിക്കും, കര പെട്ടെന്ന് തണുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ കടൽ സാവധാനത്തിലേ തണുക്കുള്ളൂ. അപ്പം എവിടെയായിരിക്കും ഉച്ചമർദ്ദ മേഖല ഉണ്ടാവുക? കരയിലായിരിക്കും. അപ്പം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രി സമയത്തായിരിക്കും കരക്കാറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് മണ്ണിനങ്ങളെ പറ്റി പറയുന്നുണ്ട്. പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ് മണൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവ. പടിഞ്ഞാറൻ തീരസമുദ്രം കേട്ടോ, ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ് മണൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവ. ഇനി കിഴക്കൻ തീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ്, മണൽ നിറഞ്ഞ ചെങ്കല്ല്, കറുത്ത മണ്ണ് എന്നിവയാണ്. കിഴക്കൻ തീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, മണൽ നിറഞ്ഞ ചെങ്കല്ല്, കറുത്ത മണ്ണ് എന്നിവ. ഇനി ഓരോ ഡിവിഷനിലും, അതായത് ഓരോ തീരത്തും കാണപ്പെടുന്ന പ്രധാന മണ്ണിനവും പറയുന്നുണ്ട്. ഗുജറാത്ത് തീരപ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ. ഗുജറാത്ത് തീരപ്രദേശത്തെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ. ഇനി കൊങ്കൺ തീരപ്രദേശത്തെ മണ്ണിനം കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണുമാണ്. കൊങ്കൺ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. മലബാർ തീരപ്രദേശത്തെ മണ്ണിനം എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ്. മലബാർ തീരപ്രദേശത്തെ മണ്ണിനങ്ങൾ എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ്. ഇനി കിഴക്കൻ തീരപ്രദേശത്തെ മണ്ണിനം തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ്. തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ് കിഴക്കൻ തീരപ്രദേശത്തെ മണ്ണിനം എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ മണ്ണിനം പവിഴ മണൽ മണ്ണാണ്. ലക്ഷദ്വീപിലെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് പവിഴ മണൽ മണ്ണാണ്. ആൻഡമാൻ നിക്കോബാറിലെ മണ്ണിനം സമുദ്രജന്യ മണൽ മണ്ണ്, അതേപോലെ എക്കൽ മണ്ണ് എന്നിവയാണ്. ആൻഡമാൻ നിക്കോബാറിലെ മണ്ണിനം സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ്. ഇനി വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണം, അതായത് അവിടെ 2 ടൈപ്പ് സസ്യങ്ങൾ കാണാം. വരണ്ട തീരദേശ സസ്യങ്ങളും ആർദ്ര തീരദേശ സസ്യങ്ങളും. അതിൽ വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളുമൊക്കെ. തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും ഒക്കെ വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവയൊക്കെ. ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവയൊക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എവിടെയാണ്? സുന്ദർബൻസ് ആണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ആണ്. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26 ആണ്. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26 ആണ്. ഇന്ത്യയുടെ തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് എന്നിവയാണ്. ഇന്ത്യയുടെ തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് എന്നിവ. ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന തീരദേശ കരിമണലിൽ കാണപ്പെടുന്ന ധാതു മോണോസൈറ്റ് ആണ് കേട്ടോ. ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന തീരദേശ കരിമണലിൽ കാണപ്പെടുന്ന ധാതു മോണസൈറ്റ് ആണ്.
ഇത്തരം കരിമണൽ നിക്ഷേപം കാണപ്പെടുന്ന മറ്റ് സ്ഥലങ്ങൾ എവിടേക്കാന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇതേപോലെയുള്ള കരിമണൽ നിക്ഷേപം കാണപ്പെടുന്നുണ്ട്. ഈ മോണോസൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളത്. ഇത്തരം കരിമണൽ നിക്ഷേപം കാണപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ, ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും. ഇനി ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഇതിലേതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപിലാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം എന്ന് പറയുന്നത്. ജനസാന്ദ്രത കുറവ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ്. ജനസാന്ദ്രത കുറവ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇനി ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയുണ്ട്, മത്സ്യബന്ധനമുണ്ട്, ധാതു അധിഷ്ഠിത വ്യവസായം, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൃഷി, മത്സ്യബന്ധനം, ധാതു അധിഷ്ഠിത വ്യവസായം, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള 105 പോയിൻറ്റുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 ഡിവിഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനുള്ള വീഡിയോസും ഉണ്ട്. നിങ്ങൾ കണ്ട് പഠിക്കുക. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഹിസ്റ്ററിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഇതേപോലെ റിവിഷനായിട്ട് ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക. കാരണം ഒറ്റ പ്രാവശ്യം കണ്ടതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. ഇടയ്ക്ക് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. കാരണം കുറേ ഫാക്റ്റുകൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.